എറണാകുളം കലൂരിൽ കുടിവെള്ള വിതരണം രണ്ടാം ദിവസവും പുനഃസ്ഥാപിക്കാനായില്ല. മെട്രോ നിർമ്മാണത്തിനിടെയാണ് പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം മുടങ്ങിയത്. അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ടാങ്കറിൽ വെള്ളം എത്തിച്ചുള്ള വിതരണം ഫലപ്രദമാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നത്തേക്ക് 7ാമത്തെ ദിവസമാണ് പൈപ്പ് പൊട്ടി വെള്ളമില്ലാത്തത്. ഇതായിട്ട് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടിയാണ്, ഫില്ലറിൻ്റെ ഉള്ളിൽ കൂടിയാണ് പൈപ്പ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ പൈപ്പ് മാറ്റാണ്ട് ഒരു സംവിധാനങ്ങളും കാണാൻ പറ്റുകയില്ല. വെള്ളം അല്ലെങ്കിൽ മെട്രോ ചാലുവായി കഴിഞ്ഞാൽ പൈപ്പ് കഴിഞ്ഞാൽ ഫില്ലറിൻ്റെ അകത്തായി പോകും. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ ഒരു പൊട്ട് പൊട്ടി, ഇപ്പോൾ 3ാമത്തെ പൊട്ടായി, ഇപ്പോൾ 4-5 ഇപ്പോൾ പൊട്ടിക്കഴിഞ്ഞ് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശാശ്വത പരിഹാരമായി പൈപ്പ് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഞങ്ങളുടെ പറയുന്നത്. അപ്പോൾ ഇവിടെ അസോസിയേഷനുകൾക്ക് വെള്ളമില്ലാത്തതുകൊണ്ട് ടാങ്കർ ലോറിക്ക് അടിച്ചു കൊടുക്കുകയാണ് വെള്ളം. അതൊന്നും എല്ലാവർക്കും എത്തുന്നില്ല വെള്ളം. അപ്പോൾ വളരെ ആളുകൾ ബുദ്ധിമുട്ട് കഷ്ടപ്പെടുകയാണ് ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട്. എല്ലാവർക്കും ബോർവെൽ അങ്ങനെ ഒന്നുമില്ല ഇവിടെ. അപ്പോൾ ഈ വെള്ളമാണ് എല്ലാവരും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഫില്ലറിൻ്റെ ഉള്ളിലാണ് ഈ പൈപ്പ് കിടക്കുന്നത്. ഈ പൈപ്പ് മാറ്റി സ്ഥാപിക്കണം. ആര്യ വിനോദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആര്യ, 2 ദിവസമായി അവിടുത്തെ ആളുകൾക്ക് കൃത്യമായി വെള്ളം ലഭിക്കുന്നില്ല. ഇത് എന്നത്തോടുകൂടി ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ കഴിയും, എന്നത്തോടുകൂടി ഈ കുടിവെള്ളം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്? ഇന്ന് വൈകിട്ടോടുകൂടി വെള്ളം സാധാരണഗതിയിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. ഇപ്പോൾ 2 പൈപ്പിങ്ങിന്റെ വാൾവ് തുറന്നിട്ടുണ്ട്. അത് സാധാരണ രീതിയിലേക്ക് എത്താൻ വേണ്ടി 3 മണിയോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത്. എന്നിരുന്നാലും ചില പ്രദേശങ്ങളിൽ ഒട്ടും വെള്ളം പോകാത്തൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ചെറിയ രീതിയിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു 50% പ്രദേശങ്ങളിൽ ഇന്ന് 3 മണിയോട് കൂടി തന്നെ വെള്ളം സാധാരണ രീതിയിൽ ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിങ്കളാഴ്ചയായിരുന്നു ഈ പൈപ്പിന്റെ പണി നടന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് മെട്രോന്റെ പൈപ്പ്ലൈൻ പണിയുടെ ഇടയിലാണ് ഈ ഒരു സമ്മർദ്ദത്തിലാണ് ഈ ഒരു കുടിവെള്ളത്തിന്റെ ഈ ഒരു പൈപ്പ് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ നാട്ടുകാരൻ പറയുന്നത് തന്നെ നമ്മൾ കേട്ടതാണ്. ഈ പൈപ്പിലിങ്ങിന്റെ സമ്മർദ്ദത്തിലാണ് അടുത്ത് കിടക്കുന്ന ഈ കുടിവെള്ളത്തിന്റെ പൈപ്പ് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ മെട്രോ പണി ഇനിയും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി നാളെ ഇത് പൊട്ടാനുള്ള സാഹചര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7 ദിവസമാണ് ഇവിടെ വെള്ളം മുടങ്ങിക്കിടന്നത്. ഈ ഒരു തിങ്കളാഴ്ചയ്ക്ക് മുന്നത്തെ ദിവസം തന്നെ 4 ദിവസത്തോളം കുടിവെള്ള പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു. ഇതേ രീതിയിൽ പൈപ്പിലിങ്ങിന്റെ ഇടയിൽ പൈപ്പ് പൊട്ടിയായിരുന്നു കുടിവെള്ള പ്രശ്നം ഉണ്ടായത്. അതിൽ 4 ദിവസമാണ് ഈ ഒരു കുടിവെള്ള പ്രശ്നം നീണ്ടുന്നത്. അത് പണിയൊക്കെ പൂർത്തിയാക്കി 1 മണിക്കൂർ പിന്നിടുമ്പോഴാണ് വീണ്ടും പൈപ്പിലിംഗ് നടക്കുമ്പോൾ ഇവിടെ പൈപ്പ് പൊട്ടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതാണ് തിങ്കളാഴ്ച രാത്രി തന്നെ നാട്ടുകാർ പ്രതിഷേധത്തിന് ഇറങ്ങിയത്. അന്ന് ഉമാ തോമസ് MLAയും ദീപ്തി മേരി വർഗീസിന്റെയും നേതൃത്വത്തിലായിരുന്നു ഇവിടെ രാത്രിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. തുടർന്ന് കളക്ടർ എത്തുകയും കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്നലെ രാവിലെ തന്നെ ചർച്ചകൾ പുരോഗമിക്കുകയും ഇന്നലെ രാത്രി തന്നെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് കളക്ടർ അറിയിച്ചതാണ്. എന്നാൽ ഇതുവരെയായിട്ടും പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരം ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. വെള്ളം എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തുന്നില്ല. അത് എത്തിക്കുന്ന വെള്ളം എല്ലാവർക്കും കൃത്യമായി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, എല്ലാ ആവശ്യത്തിനും, പ്രാഥമിക ആവശ്യം മുതൽ എല്ലാ ആവശ്യത്തിനും നമുക്ക് വെള്ളം ആവശ്യമുള്ളതാണ്. അപ്പോൾ ആ വെള്ളം കൃത്യമായ അളവിൽ ലഭിക്കാത്തതുകൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്.